നമസ്കാരം സുഹൃത്തുക്കളെ. ഹിന്ദി സാഹിത്യത്തിലെ ദേശീയബോധം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഈ പരിപാടിയിൽ ഹിന്ദി സാഹിത്യത്തിന്റെ വിവിധ ശാഖകളിലെ ദേശീയ അവബോധത്തിന്റെ മഹത്വം ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പരിപാടിയുടെ ഈ ആദ്യ ഭാഗത്തിൽ സ്വാതന്ത്ര്യസമര പശ്ചാത്തലത്തോടൊപ്പം ഹിന്ദി കവിതകളിലെ ദേശീയബോധത്തിന്റെ പ്രമുഖ ബിന്ദുക്കളും എടുത്തുകാണിക്കും. നിഷ്ഠൂരന്മാരായ അക്രമകാരികളാൽ ഇന്ത്യ പലതവണ ആക്രമിക്കപ്പെട്ടതായി നിങ്ങൾക്കറിയാം. പക്ഷേ ഇന്ത്യക്കാരും സന്യാസിമാരും ഫക്കീർമാരും ജനമനസ്സുകളും ഇവിടുത്തെ സംസ്കാരത്തെ സംരക്ഷിച്ചു പോന്നു. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് കാരണം ഇവിടെ ഒരുപാട് ദുരന്തങ്ങൾ ആരംഭിച്ചു. AD 1600 കമ്പനി ബിസിനസ് നടത്താനെന്ന വ്യാജേന ഇവിടെത്തി. ഈ കമ്പനി കള്ളത്തോടും കാപട്യത്തോടും കൂടി വിദേശ രാജ്യങ്ങളിലേക്ക് അസംസ്കൃത വസ്തുക്കൾ കയറ്റി അയക്കാൻ തുടങ്ങി. മാത്രവുമല്ല, ഇന്ത്യൻ പൊതുജനങ്ങളെ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കുവാനും തുടങ്ങി. ഇക്കാരണത്താൽ ഒരു വശത്ത് ഭാരതീയരുടെ മനസ്സിൽ സ്വദേശസ്നേഹം ഉയർന്നിരുന്നു. പൊതുജനങ്ങളിൽ ഒരു ഭാഗത്ത് ദേശസ്നേഹമുണ്ടായിട്ടും മറുവശത്ത് ഉടലെടുത്ത ആസക്തിയും അനൈക്യവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അനുഗ്രഹമായി. 1857 ശിപ്പായി ലഹള ഒരു നാഴികക്കല്ലായി മാറി. ഈ കലാപത്തെ ബ്രിട്ടീഷ് ഭരണം അടിച്ചമർത്തി. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാനത്ത് തങ്ങളുടെ അധികാരം അവർ സ്ഥാപിച്ചെടുത്തു. ഇന്ത്യൻ ജനതയ്ക്കെതിരെ പലതരം അക്രമങ്ങൾ അഴിച്ചുവിട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി പോരാട്ടങ്ങൾ നടത്തുന്നവരെ തടയാനും ഇന്ത്യൻ പൊതുജനങ്ങളുടെ മനോവീര്യം തകർക്കാനും ബ്രിട്ടീഷ് സർക്കാർ എല്ലാ തന്ത്രങ്ങളും സ്വീകരിച്ചു. ബാലഗംഗാധര തിലകന്റെ മുദ്രാവാക്യമായിരുന്നു സ്വരാജ് ഹമാരാ ജന്മസിദ്ധ അധികാർ ഹൈ, ഹം ഇസെ ലേക്കർ രഹേംഗെ. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെ പാതയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വിപ്ലവ സൈന്യവും വിവിധ മേഖലകളിൽ തങ്ങളുടെ ലഹളകൾ ആരംഭിച്ചു. ചന്ദ്രശേഖർ ആസാദ്, സർദാർ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവരുടെ വിപ്ലവങ്ങൾ സർക്കാരിനെ ഇളക്കിമറിച്ചു. ഇത്തരമൊരു സാഹചര്യത്തിൽ കവികളും എഴുത്തുകാരും ഇന്ത്യയുടെ ദുരവസ്ഥ തുറന്നുകാട്ടി. का तो सब मिल भारतवासी चरखा पार लगाएगा, भारत की प्राचीन सभ्यता वापस लाएगा, दुष्टों के पंजे से यही आजाद कराएगा. का तो सब मिल भारतवासी चरखा पार लगाएगा. അത്തരമൊരു സാഹചര്യത്തിൽ നിരവധി പത്രങ്ങൾ, മാസികകൾ, ലഘുലേഖനങ്ങൾ, പുസ്തകങ്ങൾ എന്നിവ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അതിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കഥകളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ച് സർക്കാരിനെ പൊറുതിമുട്ടിച്ചു. പൊതുജനങ്ങളുടെ ആവേശം പല മടങ്ങ് വർദ്ധിച്ചതിനാൽ അത്തരം കാര്യങ്ങളിൽ സർക്കാർ വളരെ ആശങ്കാകുലരായിരുന്നു. അത്തരം വസ്തുക്കൾ കണ്ടുകെട്ടാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ കത്തിക്കാനും തുടങ്ങി. പക്ഷേ സ്വാതന്ത്ര്യപ്രേമികളുടെ സ്വരം അടിച്ചമർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. विजयी विश्व तिरंगा प्यारा, झंडा ऊंचा रहे हमारा. विजयी विश्व तिरंगा प्यारा, झंडा ऊंचा रहे हमारा. आओ प्यारे वीरों आओ, देश धर्म पर बलि बलि जाओ. एक साथ सब मिलकर गाओ, प्यारा भारत देश हमारा, झंडा ऊंचा रहे हमारा. ജനങ്ങളുടെ നാവിൽ പതിഞ്ഞിരുന്ന ഈ ഗാനങ്ങൾ ജനതകളെ ഒരുമിപ്പിച്ചു പാടുന്നത് തടയാൻ സർക്കാരിന് കഴിഞ്ഞില്ല. തൂക്കുകയറിൽ കയറാൻ പോലും ഭയമില്ലാത്ത വിധത്തിൽ ജനങ്ങളിൽ രാഷ്ട്രീയ ബോധം തീവ്രമായി കഴിഞ്ഞിരുന്നു. आज़ादी की लड़ाई में अनगिनत ऐसे लोगों ने कविताएं लिखी हैं जिनमें से बहुत सौ का तो हम नाम ही नहीं जानते, बहुत सौ की पंक्तियां जानते हैं. और ये बड़ी बात है कि हम उनकी लिखे हुए शब्द जानते हैं,
उनके नाम नहीं जानते, लेकिन इन सारे कवियों ने अपनी भूमिका निभाई। इसमें अगर हम याद करें तो माखनलाल चतुर्वेदी की वो कविता कितनी प्रसिद्ध हुई है, मुझे तोड़ लेना बनमाली, उस पथ पर तुम देना फेंक, मातृभूमि पर शीश चढ़ाने जिस पथ जाएं वीर अनेक. അക്കാലത്ത് ജനങ്ങൾ ആര്യസമാജം, ബ്രഹ്മസമാജം, പ്രാർത്ഥനാ സമാജം, സ്വാമി വിവേകാനന്ദന്റെ രാമകൃഷ്ണ മിഷൻ എന്നിവയുടെയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെയും സ്വാധീനത്തിലായിരുന്നു. ഈ നവോത്ഥാന കാഴ്ചപ്പാടുകളുടെ ഫലമായി ജനങ്ങളിൽ ബഹുമുഖ ചിന്തകളും വികാസമുണ്ടായി. ഇനി നമുക്ക് കവിതയുടെ ദേശീയ ബോധത്തെക്കുറിച്ച് സംസാരിക്കാം. ഹിന്ദിയിലെ നവോത്ഥാനത്തിൻ്റെ ശക്തമായ പിന്തുണക്കാരനായ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര രാജ്യത്തിൻ്റെ മഹത്തായ ദുരവസ്ഥയ്ക്ക് ബ്രിട്ടീഷ് ഭരണത്തെ കുറ്റപ്പെടുത്തി. अंधाधुंध मचो सब देसा, मानहु राजा रहत विदेसा. ഭാരതം എങ്ങനെ ഈ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടുമെന്ന വിചാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. രാജ്യം നേരിടുന്ന പ്രതിസന്ധികൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം വളരെയധികം വേദനിച്ചു. रोवहु सब मिल आवहु भारत भाई, हा हा भारत दुर्दशा न देखी जाई. അസംസ്കൃത സാധനങ്ങളായാലും കരമായാലും മഹാമാരിയായാലും ക്ഷാമമായാലും രാഷ്ട്രത്തിൽ പ്രശ്നങ്ങളുടെ മേഘം ഒഴുകി നടക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെയധികം വിഷമിച്ചിരുന്നു. अंग्रेज राज सुख साज सजे सब भारी, पै धन विदेश चली जात इह अति ख्वारी. ഭാരതേന്ദു ജനങ്ങളിൽ രാജ്യസ്നേഹത്തിൻ്റെ ബോധമുണർത്തി. भीतर भीतर सब रस चूसै, हंसी हंस के तन मन धन मूसै. जाहिर बातन में अति तेज, क्यों सकी साजन नहीं अंग्रेज. രാഷ്ട്രീയ ഐക്യത്തിനു വേണ്ടി മാതൃഭാഷയുടെ വികസനത്തിന് അദ്ദേഹം ഊന്നൽ നൽകി. निज भाषा उन्नति अहै, सब उन्नति को मूल. बिनु निज भाषा ज्ञान के मिटत न हिय को शूल. ബദ്രിനാരായൺ ചൗധരി പ്രേംഖന്നിൻ്റെ പ്രേംഖൻ സർവസ്വ എന്ന കവിതാ സമാഹാരത്തിൻ്റെ ആദ്യ ഭാഗത്ത് രാജ്യത്തിൻ്റെ ദുരവസ്ഥയെക്കുറിച്ചും രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചുമുള്ള പ്രേംഖന്നിൻ്റെ ഉത്കണ്ഠ ഒരുപോലെ ദൃശ്യമാണ്. അദ്ദേഹത്തിന് സ്വദേശത്തോട് സ്നേഹമാണ്. धन्य भारत भूमि सब रत्नन की उपजावनी. ആനന്ദ അരുണോദയത്തിൽ സർവമത സമഭാവനകളടങ്ങിയ കവിതകളാണുള്ളത്. सभी धर्म के वही सत्य सिद्धांत, न और विचारो. രാജ്യത്തിൻ്റെ ഐക്യത്തിലും അഖണ്ഡതയിലും കവിക്ക് ഉത്കണ്ഠയുണ്ട്. प्रीति परस्पर राखहु मीत, जई है सब दुख सह जहि बीत. नहीं एकता सरिस बना कोय, एक एक मिल 11 होय. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയിൽ കവിക്ക് വെറുപ്പ് തോന്നുന്നു. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സാമ്പത്തിക അധീനത അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നു. देश नगर बानक बनो सब अंग्रेजी चाल, हाटन में देखो भरो सब अंग्रेजी माल. പ്രതാപ് നാരായൺ മിശ്രയുടെ കവിതകളിൽ ഇന്ത്യയോടുള്ള സ്നേഹം പ്രതിഫലിക്കുന്നു. ഇംഗ്ലീഷ് മാനസികതയെ അനുകൂലിക്കുന്നവരെ പരിഹസിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാം. जन जाने इंग्लिश हमें, वाणी वस्त्र ही जोए. मिटे बदन कर श्याम रंग, जन्म सुफल तब होए. രാജ്യത്തിന്റെ ദുരവസ്ഥയെയും രാഷ്ട്രീയ ബോധത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഹൃദ്യമായ വരികൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. पढ़ कमाए कीन्हो कहा, हरे न देश कलेस. जैसे कंता घर रहे, तैसे रहे विदेश. മഹാവീർ പ്രസാദ് ദ്വിവേദി വിപ്ലവത്തെ പോലെ തന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരത്തെക്കുറിച്ചുള്ള അവബോധവും മാതൃരാജ്യത്തിന് സമർപ്പിക്കേണ്ടതാണെന്ന് അത്യാവശ്യമായി കരുതി. ദ്വിവേദിജിയും വന്ദേ മാതരത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടു. 30 कोट लोगों की कल कल सुनी जहां पर जाती है, उसकी दुगुन खड्ग धारा की द्युत विकास जहां पाती है. तिस पर भी तू अबला है ये बात व्यथा पहुंचाती है. हे तारिणी हे बाहुबल धारिणी, रिप तू काट गिराती है.
നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് സംരക്ഷിക്കപ്പെടാൻ തദ്ദേശീയമായ വസ്തുക്കളും വസ്ത്രങ്ങളും സ്വീകരിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. स्वदेशी वस्त्र को स्वीकार कीजिए, विनय इतना हमारा मान लीजिए, शपथ करके विदेशी वस्त्र त्यागो, न जाओ पास उससे दूर भागो. ഇത്തരമൊരു സാഹചര്യത്തിൽ പരസ്പര വിദ്വേഷം മറന്ന് ഒന്നിക്കാനുള്ള സമയമുണ്ട്. ഇതിലാണ് ഇന്ത്യയുടെ നന്മ നിലനിൽക്കുന്നത്. बल दो हमें ऐक्य सिखलाओ, संभलो देश होश में आओ, मातृभूमि सौभाग्य बढ़ाओ, मेटो सकल कलेश. ശ്രീധർ പാഠക് ദേശത്തിൻ്റെ മഹിമയെക്കുറിച്ച് ഇപ്രകാരം പാടി: जय जय प्यारा भारत देश, जय जय प्यारा जग से न्यारा, शोभित सारा देश हमारा, जगत मुकुट जगदीश दुलारा, जय सौभाग्य सुदेश, जय जय प्यारा भारत देश. തൻ്റെയും നാടിൻ്റെയും ആത്മാഭിമാനം സംരക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു അന്നത്തെ കവികളുടെ ലക്ഷ്യം. वंदनीय वह देश जहां के देशी निज अभिमानी हों, बांधवता में बंधे परस्पर परता के अज्ञानी हों. അന്നത്തെ കവികളെപ്പോലെ തന്നെ സ്വന്തം ഭാഷാസ്നേഹത്തിന് ശ്രീധർ പാഠകും വലിയ പ്രാധാന്യം നൽകി. निज भाषा बोलहु लिखहु पढ़हु गुनहु सब लोग, करहु सकल विषयन विषय निज भाषा उपजोग. മൈഥിലി ശരൺ ഗുപ്തയുടെ ദേശീയ ചൈതന്യം നിറഞ്ഞ കവിതകൾ പ്രഭാതഭേരിയിലും ദേശീയ പ്രസ്ഥാനങ്ങളിലും മറ്റും പാടിയിട്ടുണ്ട്. हम कौन थे, क्या हो गए और क्या होंगे अभी, आओ विचारें आज मिलकर ये समस्याएं सभी. അക്കാലത്തെ ദുരവസ്ഥയിലും കവി തൻ്റെ പ്രത്യാശ കൈവിടുന്നില്ല. नहीं रहा अब वह उत्कर्ष, विगत हुए हैं 100 वर्ष, पर खोलो यदि नयन निमेष, तो साधन है अब भी शेष. तुम निराश क्यों हो इस भांति, सोचो पाप कटें किस भांति. ഈ കവിതകളുടെ മൂലസ്വരം ഉയർത്തെഴുന്നേൽപ്പിൻ്റെതാണ്, ദേശപ്രേമത്തിൻ്റെതാണ്, ദേശത്തിൻ്റെ അഭിമാനത്തിൻ്റെതാണ്. संपूर्ण देशों से अधिक किस देश का उत्कर्ष है, उसका कि जो ऋषि भूमि है वह कौन, भारतवर्ष है. രാം നരേഷ് ത്രിപാഠി സർക്കാരിൻ്റെ കുടിലതന്ത്രവും സ്വച്ഛാധിപത്യവും നന്നായി വിവരിച്ചിട്ടുണ്ട്. രാജാവിനും ജനതയ്ക്കുമിടയിലുള്ള അകൽച്ച ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ പരിഹരിക്കാൻ ശ്രമിച്ചു. अपना शासन आप करो तुम, यही शांति है सुख है, पराधीनता से बड़ जग में नहीं दूसरा दुख है. അതുപോലെ തന്നെ മിലൻ ഖണ്ഡകാവ്യത്തിലെ ഇതിവൃത്തം ദേശസ്നേഹം നിറഞ്ഞതാണ്. देशभक्त का हृदय बड़ा ही होता है बलवान, शैया कांटों की लगती है उसको फूल समान. കവി ദേശഭക്തിയുടെ അഖണ്ഡ ഭാവനയെ പ്രചരിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ശക്തമായി അപലപിച്ചു. प्रजा रुष्ट है इस कुतंत्र से, निश्चय होगी क्रांति, अत्याचार हटाकर तब मैं ग्रहण करूंगा शांति. മാഖൻലാൽ ചതുർവേദി തൻ്റെ ജയിലിലെ ബുദ്ധിമുട്ടോടു കൂടിയതും കഠിനവുമായ ജീവിതത്തെ സ്വാതന്ത്ര്യമായി പാറിപ്പറക്കുന്ന കുയിലിനോടായി ഉപമിച്ചു. तेरे गीत कहावें वाह, रोना भी है मुझे गुनाह, तेक विषमता तेरी मेरी, बजा रही तिस पर रणभेरी. ജനങ്ങളെ ഉയർത്തുക എന്നതും കടമയുമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലെ പ്രധാന സ്വരം. അദ്ദേഹത്തിൻ്റെ പുഷ്പത്തിൻ്റെ ആഗ്രഹം എന്ന പ്രസിദ്ധമായ കവിതയിൽ മാതൃരാജ്യത്തിനു വേണ്ടി ത്യാഗം സഹിക്കുന്നവരെ ഏറ്റവും ശ്രേഷ്ഠരായി കണക്കാക്കുന്നു. मुझे तोड़ लेना वनमाली, उस पथ पर देना तुम फेंक, मातृभूमि पर शीश चढ़ाने जिस पथ जावें वीर अनेक. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് സർക്കാർ ഈ കവിതയെ കണ്ടുകെട്ടി. ഇതിൽ മാതൃരാജ്യത്തോട് ത്യാഗം കാണിക്കുന്നവരോട് കവി ആദരാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബാപ്പുവിൻ്റെ ദേശീയ ഭാവനയ്ക്കനുസരിച്ച് ചതുർവേദിജി ഒരു കവിത എഴുതി.
कंठ भले हों कोटि कोटि, तेरा स्वर उनमें गूंजा। हथकड़ियों को पहन राष्ट्र ने पढ़ी क्रांति की पूजा। തൃശൂൽ എന്ന് വിളിപ്പേരുള്ള ഗയാപ്രസാദ് ശുക്ലാജിയുടെ ദേശീയ കവിതകൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തി. സ്നേഹി ആ വിപ്ലവ പ്രസ്ഥാനത്തെ നല്ലതുപോലെ പ്രചരിപ്പിച്ചു. अगर देश को है उठाने की इच्छा, विजय घोष जग को सुनाने की इच्छा, व्रती हो के कुछ कर दिखाने की इच्छा, व्रती बन के व्रत को निभाने की इच्छा, असहयोग कर दो, असहयोग कर दो। സ്വദേശ് എന്നു പേരുള്ള പത്രികയിൽ അച്ചടിച്ചു വന്ന അദ്ദേഹത്തിന്റെ ഈ വരികൾ വളരെ പ്രസിദ്ധമായി. जो भरा नहीं है भावों से, बहती जिसमें रसधार नहीं, वो हृदय नहीं है, पत्थर है जिसमें स्वदेश का प्यार नहीं. അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ തത്വങ്ങൾക്ക് ഊന്നൽ നൽകി. चरखे चलाएंगे, बनाएंगे स्वदेशी सूत, कपड़े बनाएंगे जुलाहों को जिलाएंगे, पाएंगे पवित्र परिधान, पाप होंगे दूर, जब परदेशी वस्त्र ज्वाला में जलाएंगे. സ്വാതന്ത്ര്യ സമര സേനാനി ജഗദംബ പ്രസാദ് മിശ്ര ഹിതേജിയുടെ കവിത ആ കാലഘട്ടത്തിൽ ജനങ്ങളെ ഉണർത്തുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു. कभी वह दिन भी आएगा जब अपना राज देखेंगे, जब अपनी ही जमी होगी और अपना आसमां होगा. शहीदों की चिताओं पर लगेंगे हर बरस मेले, वतन पर मरने वालों का यही बाकी निशा होगा. ഈ രചന കണ്ടുകെട്ടി. എന്നിട്ടും ആരും കാണാതെ അച്ചടിച്ച് വിപ്ലവകാരികൾക്കിടയിൽ വിതരണം ചെയ്തു. സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തതിന് ബാലകൃഷ്ണ ശർമ്മ നവീന് ജയിലിൽ പോകേണ്ടി വന്നു. അദ്ദേഹം ഭാരതീയരിൽ സ്വദേശ സ്നേഹത്തിന്റെ കോളിളക്കം സൃഷ്ടിച്ചു. കവികളിൽ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന ഗാനങ്ങൾ എഴുതാൻ പ്രേരിപ്പിച്ചു. कभी कुछ ऐसी तान सुनाओ जिससे उथल पुथल मच जाए, एक हिलोर इधर से आए, एक हिलोर उधर से आए, प्राणों के लाले पड़ जाएं, त्राही त्राही स्वर नभ में छाएं. ഭാരതീയരുടെ ആത്മാഭിമാനം ഉണർത്താൻ അദ്ദേഹം ഊർജ്ജസ്വലമായി കവിതകൾ എഴുതി. ഹോളി എന്ന മഹത്തായ ഉത്സവ സമയത്ത് ജയിലിൽ തടവിലാക്കപ്പെട്ട നവീൻജിയുടെ ഹൃദയഭാവം ഇപ്രകാരം പുറത്തുവന്നു. हम बंदी आजीवन बंदी, पराधीन तन क्षीण, हमको कौन हुलस हंस देगा, दान अखंड सुहाग, हमारी क्या होली क्या फाग. ജയശങ്കർ പ്രസാദും അക്കാലത്ത് ദേശീയ സാംസ്കാരിക ചേതനകളോടുകൂടി കവിതകൾ എഴുതിയിരുന്നു. अरुण यह मधुमय देश हमारा, जहां पहुंच अनजान क्षितिज को मिलता एक सहारा. सरल तामरस गर्भ विभा पर नाच रही तरुशिखा मनोहर, छिटका जीवन हरियाली पर मंगल कुमकुम सारा. अरुण यह मधुमय देश हमारा. നമ്മുടെ ഈ ഗാനം രാജ്യത്തിനു വേണ്ടി എല്ലാം ത്യജിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. हिमाद्रि तुंग श्रृंग से प्रबुद्ध शुद्ध भारती, स्वयं प्रभा समुज्ज्वला स्वतंत्रता पुकारती. अमर्त्य वीर पुत्र हो, दृढ़ प्रतिज्ञ सोच लो, प्रशस्त पुण्य पंथ है, बढ़े चलो बढ़े चलो. സ്കന്ദഗുപ്ത എന്ന നാടകത്തിൽ കവി മാതൃഗുപ്തൻ മാതൃരാജ്യത്തിനു വേണ്ടി എല്ലാം ത്യജിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ദേശീയ ബോധത്തെ ഉയർത്തിക്കാട്ടി. जिए तो सदा उसी के लिए, यही अभिमान रहे यह हर्ष, निछावर कर दें हम सर्वस्व, हमारा प्यारा भारतवर्ष. സൂര്യകാന്ത് ത്രിപാഠി നിരാല ജാഗോ ഫിർ ഏക് ബാർ എന്ന കവിതയിൽ രാജ്യത്തിന്റെ നവയുവാക്കളിൽ ദേഹസ്നേഹത്തിനു വേണ്ടിയുള്ള പ്രേരണ നൽകി. जागो फिर एक बार, प्यार जगाते हुए हारे सब तारे तुम्हें, अरुण पंख तरुण किरण खड़ी खोलती है द्वार. जागो फिर एक बार. സരസ്വതി ദേവിയോടുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്. वर्दे वीणा वादिनी वर्दे, प्रिय स्वतंत्र रव, अमृत मंत्र नव,
भारत में भर दे। രാമേശ്വർ ശുക്ല അഞ്ചൽജി പൊതുജനങ്ങളെ സംഘടിപ്പിക്കുവാനും തൻ്റെ രാജ്യത്തിനെ മോചിപ്പിക്കുവാനും ശക്തമായ കവിതകൾ രചിച്ചു. രാജ്യത്തെ സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ചും അദ്ദേഹം വെളിച്ചം വീശുന്നു. अपने सिर पर कफन बांध लें, कर लें लड़ने की तैयारी, एक एक लोथड़ा हमारा दहकेगा गोली बनकर, लक्ष्मी बाई सी निकलेंगी एक एक घर से नारी. ഭഗവതി ചരൺ വർമ്മ വർമ്മജി മസ്തി കെ ആലം എന്ന കവിതയിൽ എഴുതിയിരിക്കുന്നത് രാജ്യസ്നേഹത്തിനായി ത്യാഗം ചെയ്ത സൈനികരെക്കുറിച്ചാണ്. हम दीवानों की क्या हस्ती हैं, आज यहाँ कल वहां चले, मस्ती का आलम साथ चला, हम धूल उड़ाते जहां चले. हम मान रहित अपमान रहित जी भरकर खुलकर खेल चुके, हम हंसते हंसते आज यहाँ प्राणों की बाजी हार चले. भारतीय स्वाधीनता संग्राम अपने आप में बहुत विलक्षण किस्म का आंदोलन था, क्योंकि उसमें साहित्यकार ने बराबर की भूमिका निभाई. चाहे वो कवि हो या कथाकार या निबंधकार, सबने लड़ाई को, स्वतंत्रता की लड़ाई को अपना हिस्सा माना. ദേശീയ ബോധത്തിൻ്റെ മഹാകവിയത്രി സുഭദ്ര കുമാരി ചൗഹാൻ സ്നേഹവും വാത്സല്യവും ദേശസ്നേഹവും നിറഞ്ഞ കവിതകൾ രചിച്ചിട്ടുണ്ട്. വീരനായിക ഝാൻസി റാണി ലക്ഷ്മിബായിയെ തൻ്റെ കവിതയുടെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കവയത്രി സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ പുതിയ തീക്ഷ്ണതയും ആവേശവും പടർന്നു. सिंहासन हिल उठे राजवंशों ने भ्रिकुटी तानी थी, बूढ़े भारत में भी आई फिर से नई जवानी थी. गुमी हुई आजादी की कीमत सबने पहचानी थी, दूर फिरंगी को करने की सबने मन में ठानी थी. चमक उठी सन 57 में वो तलवार पुरानी थी, बुंदेले हर बोलों के मुंह हमने सुनी कहानी थी. खूब लड़ी मर्दानी वह तो झांसी वाली रानी. ഈ കവിത ബ്രിട്ടീഷ് സർക്കാർ കണ്ടുകെട്ടി. സുഭദ്രാജിയുടെ കവിതകൾ പാടിപ്പാടി സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ചരിത്രത്തിലെ പ്രമുഖരായ വ്യക്തികളെയും ചരിത്ര സ്ഥലങ്ങളെയും ഓർത്ത് കവയത്രി അലസതയിൽ ഉറങ്ങിക്കിടന്നിരുന്ന പൊതുജനങ്ങൾക്ക് ജീവൻ പകർന്നു. कह रे अतीत अब मौन त्याग, लंके तुझमें क्यों लगी आग. ए कुरुक्षेत्र अब जाग जाग, बतला अपने अनुभव अनंत, वीरों का कैसा हो वसंत. ജാലിയൻവാല ബാഗിലെ വസന്ത് എന്ന കവിതയിൽ ബ്രിട്ടീഷ് ഭരണം നടത്തിയ കൂട്ടക്കൊലയിൽ ദുഃഖിതയാണ്. कुछ कलियां अध खिली यहाँ इसलिए चढ़ाना, करके उनकी याद अश्रु की ओस बहाना. तड़प तड़प कर वृद्ध मरे हैं गोली खाकर, शुष्क पुष्प कुछ वहां गिरा देना तुम जाकर. यह सब करना किंतु बहुत धीरे से आना, यह है शोक स्थान यहाँ मत शोर मचाना. തങ്ങളുടെ നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം വീണ്ടെടുക്കുന്നതിനായി സുഭദ്രാജി സ്ത്രീകളെ പ്രേരിപ്പിച്ചു. सबल पुरुष यदि भीरू बने तो हमको दे वरदान सखी, अबलाएं उठ पड़े देश में करें युद्ध घमासान सखी. 15 कोटि असहयोगनियां दहला दें ब्रह्मांड सखी, भारत लक्ष्मी लौटाने को रच दें लंका कांड सखी. സോഹൻലാൽ ദ്വിവേദിയുടെ കവിതകളും രാഷ്ട്രീയ ചേതനകളാൽ മുഖരിതമാണ്. ഓരോ ജനങ്ങളിലും ഉത്സാഹം വരുത്തുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. वंदना के इन स्वरों में एक स्वर मेरा मिला लो, वंदनी माँ को न भूलो, राग में जब मस्त झूलो. अर्चना के रत्न कण में एक कण मेरा मिला लो, जब हृदय का तार बोले, श्रृंखला के बंद खोले, हो जहां बलि शीश अगणित, एक सिर मेरा मिला लो. മഹാത്മാഗാന്ധിയെ വളരെയധികം സ്വാധീനിച്ച ദ്വിവേദിജി
തന്റെ കവിതകളിൽ ദേശീയ നായകന്മാരുടെ സ്തുതി പാടുന്നതിൽ സന്തോഷിച്ചു. सत्याग्रही बने वह जिसका देश प्रेम से नाता हो, प्राणों से भी प्यारी जिसको अपनी भारत माता हो. ഖാദിയിലൂടെ ദേശീയബോധത്തിന്റെ സ്വരമാധുര്യം അന്നതിന്റെ ഉന്നതിയിലായിരുന്നു. खादी के धागे धागे में अपनेपन का अभिमान भरा, माता का इसमें मान भरा, अन्यायी का अपमान भरा. खादी ही भर भर देश प्रेम का प्याला मधुर पिलाएगी, खादी ही दे दे संजीवन, मुर्दों को पुनः जिलाएगी. ഗാന്ധിജിയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം ദ്വിവേദിജി ചിത്രീകരിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന ഇന്ത്യൻ ജനതയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. चल पड़े जिधर दो डग मग में, चल पड़े कोटि पग उसी ओर, पड़ गई जिधर भी एक दृष्टि, गड़ गए कोटि दीर्घ उसी ओर. തന്റെ പ്രഭാതഗാനങ്ങളിൽ ദ്വിവേദിജി ഇന്ത്യൻ പൊതുജനങ്ങളോട് മാതൃരാജ്യത്തെ സേവിക്കാൻ ആത്മസമർപ്പണ സന്ദേശം നൽകിക്കൊണ്ട് ആഹ്വാനം ചെയ്തു. संतान शूरवीरों की हैं, हम दास नहीं कहलाएंगे, या तो स्वतंत्र हो जाएंगे, या तो हम मर मिट जाएंगे. രാംധാരി സിംഗ് ദിനകരന്റെ കവിതകൾ ഇന്ത്യയുടെ അഭിമാന ചരിത്രത്തിന്റെ കണ്ണാടിയാണ്. കവിക്ക് ഭാരതത്തിന്റെ ഓരോ കണവും ഇഷ്ടവുമാണ്. കവിയുടെ ഈ മനോഭാവമാണ് किसको नमन करूं मैं भारत. कविता में कवि की यही आत्मीयता उजागर होती है. जहां कहीं एकता खंडित, जहां प्रेम का स्वर है, देश देश में वहां खड़ा भारत जीवित भास्कर है. निखिल विश्व को जन्मभूमि वंदन को नमन करूं मैं, किसको नमन करूं मैं भारत, किसको नमन करूं मैं. ദേശീയ ബോധത്തോടും രാഷ്ട്രത്തിന്റെ മണ്ണിനായി ജീവൻ ബലിയർപ്പിച്ചവരോടും കവിയുടെ ആദരവ് സമാനതകളില്ലാത്തതാണ്. ത്യാഗങ്ങളെ തങ്ങളുടെ തൂലിക കൊണ്ട് ജയഘോഷം മുഴക്കാൻ അദ്ദേഹം കവികളോട് അഭ്യർത്ഥിക്കുന്നു. कलम आज उनकी जय बोल, जला अस्थियां बारी बारी, छिटकाई जिसने चिंगारी, जो चढ़ गए पूर्ण बेदी पर, लिए बिना गर्दन का मोल. कलम आज उनकी जय बोल. മതം, ജാതി, വർഗവിവേചനം എന്നിവയിൽ ദുഃഖിതനായ ശിവമംഗൾ സിംഗ് സുമൻജി ഈ പ്രശ്നങ്ങളെ ദേശീയബോധവുമായി ബന്ധിപ്പിക്കുകയും ജനാധിപത്യം നിലനിർത്തുകയും ചെയ്യുന്നു. यह क्रांति क्रांति की प्रतिध्वनि में क्यों गूंज उठी जगती सारी, क्या सचमुच घर घर सुलग गई नव निर्माणों की चिंगारी. സുമൻജിക്ക് മാതൃരാജ്യത്തെക്കാൾ വലുതായി ഒന്നുമില്ല. അതിനെ പ്രതിരോധിക്കാൻ അവർ തൊഴിലാളികളെ പ്രചോദിപ്പിക്കുന്നു. माँ कब से खड़ी पुकार रही, पुत्रो निज कर में शस्त्र गहो, सेनापति की आवाज हुई, तैयार रहो तैयार रहो. आओ तुम भी दो विदा आज, अब क्या अड़चन अब क्या देरी, लो आज बज उठी रणभेरी. അനാവശ്യമായി ജീവിതം പാഴാക്കുകയോ അതിൽ ഭീരുത്വം കാണിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. പോരാട്ടത്തിലാണ് ജീവിതത്തിന്റെ അർത്ഥം നിലകൊള്ളുന്നത്. क्या जीवन व्यर्थ गंवाना है, कायरता पशु का बाना है. इस निरुत्साह मुर्दा दिल से, अपने तन से, अपने मन से विद्रोह करो विद्रोह करो. ദേശീയ സാംസ്കാരിക ബോധവുമായി ബന്ധപ്പെട്ട ഭവാനി പ്രസാദ് മിശ്രയുടെ കവിതകൾ സത്യത്തിന്റെ ഉള്ളറകളിലേക്ക് പോയി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. एक झंडे के तले अब चलें हम, भेद इसके तले अपने दले हम, हो गया झंडा हमारा तय, अब नहीं है हमें कोई भय. ഗാന്ധിജിയുടെ അഹിംസയുടെ പാത ജനങ്ങളുടെ മനസ്സിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്നതായിരുന്നു. അവരെ സംഘടിപ്പിക്കുകയായിരുന്നു. गांधी जी के पास नहीं है कोई सेना शस्त्र, सिर्फ ताकत है मन की, उनके पीछे तोप और तलवार नहीं, ताकत है जन जन की. ഈ അഹിംസയുടെ പാത ഒരു സാധാരണ പാതയല്ലെന്ന് കവിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നാൽ മാതൃരാജ്യത്തോടുള്ള ത്യാഗത്തിന്റെ പരിധിയിലേക്ക്
കൂട്ടിച്ചേർത്തു. नए सूर्य को, नए तूर्य को अनुक्षण मत समझो, गांधी के रण को साधारण रण मत समझो. ഗാന്ധിജിയുടെ നേതൃത്വം രാജ്യത്തിന് ലഭിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഭാഗ്യമാണ്. उठो सराहो भाग्य कि गांधी सा नेता देता आश्वासन, हार नहीं है वहां जहां है सत्य अहिंसा का अनुशासन. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം രാജ്യത്ത് പടർന്നു പിടിച്ച പ്രശ്നങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന കവി ഗിരിജാകുമാർ മാഥുർ. അതിനാൽ രാജ്യത്തിൻ്റെ കാവൽക്കാർക്കും അതിർത്തി കാക്കുന്നവർക്കും പൊതുജനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി ആഗസ്റ്റ് 15 എന്ന കവിതയിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. आज जीत की रात पहरुए सावधान रहना, खुले देश के द्वार अचल दीपक समान रहना. ऊंची हुई मशाल हमारी, आगे कठिन डगर है. शत्रु हट गया लेकिन उसकी छायाओं का डर है. ജാഗ്രതയോടും കരുതലോടും കൂടി നിന്നാൽ മാത്രമേ ജനാധിപത്യത്തെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇതിലൂടെ മാത്രമേ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും വികസനത്തിനും വഴി തുറക്കൂ. ഈ കാര്യപരിപാടിയിൽ ഹിന്ദി കവിതയിലെ ദേശീയ അവബോധത്തിന്റെ ചില പ്രധാന വിചാരബിന്ദുക്കൾ എടുത്തു കാണിച്ചിട്ടുണ്ട്. പ്രവർത്തനത്തിന്റെ 2ാം ഭാഗത്തിൽ ഹിന്ദി ഗദ്യവിധകളിൽ ദേശീയ അവബോധം ഉയർത്തിക്കാട്ടാനുള്ള ശ്രമം നടത്തും. ഈ പരിപാടി നിങ്ങൾക്കിഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.